നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തൃപ്തിയായി, എനിക്കിപ്പോ തൃപ്തിയായി. ഈ സമയത്ത് തന്നെ വേണം നിങ്ങൾ രണ്ടുപേരും കൂടി പരസ്പരം തലതല്ലി കീറാൻ. നിങ്ങൾ രണ്ടമ്മമാരെ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. രോഹിത്തിന്റെ അമ്മയെന്നോ എന്റെ അമ്മയെന്നോ, രോഹിത്തും അങ്ങനെ തന്നെയായിരുന്നെന്നാ എന്റെ വിശ്വാസം. പക്ഷെ നിങ്ങൾ രണ്ടാളും അങ്ങനല്ല. എന്റെ മകൻ, എന്റെ മകൾ. ഒരു കാര്യം രണ്ടാളും ഓർത്തോണം. പത്മാവതി അമ്മ പറഞ്ഞതുപോലെ രോഹിത് ഇപ്പോ ജീവനോടെ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. ആ വേദനയിൽ വെന്ത് നീറി കഴിയാ ഞാൻ. ആ സമയത്ത് എനിക്ക് ഇത്തിരി സമാധാനം തന്നില്ലെങ്കിൽ വേണ്ട, സ്വൈര്യം കെടുത്താതിരുന്നാ മതി. ഇനിയും നിങ്ങളിങ്ങനെ തുടരാനാ ഭാവമെങ്കിൽ രോഹിത്തിന്റെ പിന്നാലെ ഞാനും അങ്ങ് പോവും. പഞ്ചകൈലാസത്തിൽ മാത്രമല്ല, ഈ നാട്ടിലുണ്ട് കൊക്കയും കായലും ഒക്കെ. ഇത് കൊറേ കേട്ടതാ ഞാൻ. പറഞ്ഞിൽ തരിയെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പോയി ചാകടി. നാട്ടിലെ കൊക്കയും കായലും ഒന്നും തിരയണ്ട. ഈ വീടിനുണ്ട് ടെറസ്. നിന്നെ പോലെ ഒരു വിഷജന്തുവിന് ചാടി ചാവാനുള്ള ഉയരമൊക്കെ സത്യാമ്മയുടെ വീടിന്റെ ടെറസിനും ഉണ്ടടി. എന്നാ ശരി, വെറും പറച്ചിലല്ല, ഞാൻ ചത്ത് കാണിക്കാം. ആരും തടയല്ലേ, എനിക്ക് ചാവണം. എനിക്ക് ചാവണം, എനിക്കിനി ജീവിക്കണ്ട. എനിക്ക് ചാവണം. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ചാവണം. നീ ഒന്ന് കേക്ക്. ഇവരുടെ മുന്നിൽ കിടന്ന് എനിക്ക് ചാവണം. ഭ്രാന്ത് കാട്ടാതെ നീ. ആന്റി, ഭ്രാന്തല്ല, ഞാൻ ചാവും. ഈ വീടിന്റെ ടെറസ് ഒന്ന് തന്നെ ചാടി ചാവും. ഇവരുടെ മുന്നിൽ കിടന്ന് തന്നെ ഞാൻ ചാവും. എന്റെ ശവം ഇവരെ കൊണ്ട് പച്ചയ്ക്ക് തേച്ചിക്കും. നോക്കിക്കോ. മോറങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. യന്ത്രം മാറ്റിവെച്ചത് സുസ്മിതയാണെങ്കിൽ എങ്ങനെയാണ് യഥാർത്ഥ യന്ത്രം ശാരദാമ്മയുടെ സാരി തലപ്പിനടിയിൽ വരുന്നത്? എന്തിനാടാ അവരത് ഒളിച്ചു പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? അത് യന്ത്രം മാറ്റിവെച്ചത് ശാലിനി, പക്ഷെ അതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് ഞാനും. സിദ്ധൻ ജപിച്ചെന്ന യന്ത്രം ശിവക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ രോഹിത്തിന് ഈ ദുരന്തം വന്നത്.
യന്ത്രം സ്ഥാപിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സിദ്ധൻ പ്രവചിച്ചതല്ലേ? അയ്യോ സർലേ, മോളെ നീ ഒന്ന് സമാധാനിക്ക. അമ്മ. അമ്മ, എന്റെ രോഹിത്. പത്മാവതി, സംഭവിച്ചതിനെല്ലാം ഞാൻ തന്നെ മാപ്പ് പറയാ. തെറ്റ് സംഭവിച്ചത് ദൈവത്തിന് മുന്നിലാണെങ്കിലും മനുഷ്യന്റെ മുന്നിലാണെങ്കിലും സത്യഭാമ അത് പരിഹരിച്ചിരിക്കും. അമ്മ, പത്മാവതി ഇപ്പൊ പോ. സത്യഭാമ പറയുന്നത്. അമ്മ, എന്റെ രോഹിത്. മോളെ, രോഗത്തിനൊന്നും സംഭവിക്കില്ല. ഒന്നും. ഇല്ല സത്യമേ, സത്യമായിട്ട് ഞാനല്ല യന്ത്രം മാറ്റിവെച്ചത്. മാറ്റിവെച്ചത് ആരെന്നല്ല ശാലിനി വിഷയം. നീ ഇതെന്നിൽ നിന്ന് ഒളിപ്പിച്ചതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സന്തോഷായല്ലോ. ഈ വീട്ടിലെ ഐശ്വര്യം തിരിച്ചു വന്നു സുമതി. അച്ഛാ, അച്ഛന്റെ കൊച്ചുമോള് വന്നിട്ടുണ്ട്. മോളെ, അമ്മോ. മുത്തശ്ശ, മോള് സങ്കടപ്പെടണ്ട. ഇവിടെ ആരും നിന്നെ വഴക്ക് പറയില്ല. നീ വന്നതിന്റെ സന്തോഷമേ ഉള്ളൂ. കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മുത്തശ്ശ. ഈ വീട്ടിലുള്ളവർക്കൊരു വിഷമം വന്ന എന്റെ കൊച്ചുമോനത് പരിഹരിച്ചു തരുമെന്ന് എനിക്കറിയാം. അതെന്റെ കടമയല്ലേ മുത്തച്ഛ.
എന്താ പുറത്തൊരു സംസാരം? വാ അകത്തേക്ക് വാ. അമ്മൂന്റെ പ്രേതമാണോ ഈ വരുന്നത്? ഒരു മഹാറാണിയെ പോലെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് കണ്ടില്ലേടി നീ? എല്ലാവരോടും ഞാൻ പറയോ, ഇവിടെയുള്ള ചിലരുടെ കുത്തുവാക്കുകൾ സഹിക്കാൻ കഴിയാതെയാ ഒരു ജോലി തരപ്പെടുത്തി എന്റെ അനിയത്തി ഇവിടെ നിന്ന് പോയത്. സഞ്ജു വളരെ ബുദ്ധിമുട്ടിയാ അമ്മുനെ കണ്ടുപിടിച്ചത്. ഒരുപാട് നിർബന്ധിച്ചിട്ടാ ഇവള് കൂടെ വരാൻ തയ്യാറായത്. അതും എന്റെയും സഞ്ജുവിന്റെയും വിവാഹം നടക്കില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം. ഇനി ഇവിടെ ആരെങ്കിലും അമ്മൂനെ വേട്ടയാടിയാ ഇവള് മാത്രമല്ല, ഞാനും ഇവിടെ ഉണ്ടാവില്ല. പോകുന്നത് ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല മോളെ. നീ ഇല്ലെങ്കിൽ എന്റെ ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയാ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. സിസ്റ്റർ ഒരു ജോലി ശരിയാക്കി തന്നപ്പോ എനിക്കൊരു ജീവിതം തുറന്നു കിട്ടിയ സന്തോഷായിരുന്നു. അമ്മയും ചേച്ചിയും പോകാൻ അനുവദിക്കില്ലെന്ന് പേടിച്ചിട്ടാ പറയാതെ പോയത്. ഇനി അതേപ്പറ്റി സംസാരമൊന്നും വേണ്ട. മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് താഴേക്ക് ചെല്ലേ. നിന്നെ അടുത്ത് കാണാൻ കൊതിച്ച് അച്ഛൻ അവിടെ കാത്തിരിപ്പുണ്ട്. അച്ഛനെ അമ്മയും ചെന്ന് കാണാം. ഈശ്വരൻ, നീ ഇതെല്ലാം കഴിക്കണല്ലോ. അമ്മേ, അമ്മ കിടക്ക്. എനിക്കൊരു ബുദ്ധിമുട്ടില്ല മോനെ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയില് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അമ്മയൊന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ച് വന്നതാ. ശരി ശരി അമ്മേ, വന്നിട്ട് കാണാം. ആ മോനെ, അമ്മ പറയും. എനിക്ക് വേണ്ടി എന്റെ മോനൊന്നും ചെയ്തു തരണ്ട. അമ്മൂനെ സങ്കടപ്പെടുത്തുന്നതൊന്നും ഈ വീട്ടിലുണ്ടാവില്ലെന്ന് അമ്മയ്ക്ക് നീ ഉറപ്പ് തരണം. ഞാനത് ശ്രദ്ധിച്ചോളാം അമ്മേ. അമ്മ സമാധാനായിട്ടിരിക്കേ. ചെല്ല്. അമ്മയുടെ പ്രതീക്ഷകളൊക്കെ പാടെ അസ്തമിച്ചു പോയല്ലേ? അമ്മ തിരിച്ചു വരില്ലെന്ന് അമ്മ ഉറച്ചു വിശ്വസിച്ചു. ഈ മുഖം കാണുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. അവള് പറഞ്ഞോ ഞാനാ ഇറക്കി വിട്ടേന്ന്? നിനക്കത് അവളോട് ചോദിക്കാറുന്നില്ലേ? ഞാനത് ചോദിച്ച അമ്മ പറയോ? അമ്മയെ കുറ്റക്കാരിയാക്കാൻ അവളത് പറയില്ല. അമ്മയ്ക്കും അത് നന്നായിട്ട് അറിയാം. അതല്ലേ ഇത്ര ധൈര്യത്തോടെ എന്നോട് ചോദിച്ചത്. അമ്മുന്റെ ക്വാളിറ്റി ആയിട്ടെങ്കിലും അമ്മയ്ക്കത് കരുതിക്കൂടെ? നോക്ക്, ഒരു ജോലി കിട്ടി ജീവിക്കാൻ പോയതാ അമ്മു. ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അവള് പോയത്. നീ കാണുന്ന കണ്ണിൽ അവള് നിന്നെ കാണുന്നില്ലെന്ന് എന്റെ മോളൊന്ന് മനസ്സിലാക്ക്.
അവൾ എവിടേക്കാണോ പോയത് അവിടേക്ക് പോകാൻ നീ അവളെ അനുവദിക്ക്. അവളെ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്ക് ശ്രീകുട്ടി. അങ്ങനെ ജീവിക്കാൻ അവൾക്ക് എന്തേലും ഉദ്ദേശം കാണും. കൂട്ടിലടച്ച് കിളിയെപ്പോലെ കിടക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ദേ, അമ്മു എവിടെയുണ്ടെന്ന് ശ്രീകുട്ടി നിനക്ക് അറിഞ്ഞാ പോരെ? പോരാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വേദനയൊക്കെ കുറഞ്ഞോ? കുറഞ്ഞു വെച്ചാ ഇപ്പോ കുഴപ്പമൊന്നുമില്ല, വേദനയൊന്നുമില്ല. അതൊക്കെ അങ്ങ് മാറിക്കോളും. മോൻ റെസ്റ്റ് എടുത്താൽ മതി. ശരി അച്ഛാ. നന്നായി റെസ്റ്റ് എടുക്കണം. കുറച്ച് ദിവസം ഇവിടെ തന്നെ ഇരിക്കണം. ഓഫീസിൽ പോകണമെന്നുള്ള വിചാരമൊന്നും വേണ്ട. ഇല്ല അച്ഛാ. ഈ കെട്ടഴിക്കുന്നതോടെ എന്തെങ്കിലും ചെറിയ വേദന ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോളും. ശരി അച്ഛാ. മോനെ, അച്ഛൻ മറ്റൊരു കാര്യം പറയാനാ മോൻ്റെ അടുത്തേക്ക് വന്നത്. എന്താ അച്ഛാ? എനിക്ക് ബിസിനസ് ആവശ്യമായിട്ട് ദുബായിക്കൊന്ന് പോകണം. തിരിച്ചു വരാൻ ഒരുപക്ഷെ കുറച്ച് ദിവസം എടുക്കും. ബിസിനസ് മീറ്റിംഗിനാണോ അച്ഛാ? അതേ മോനെ, ആദ്യമോ അരുണ്യോ അതിന് വിട്ടാൽ ശരിയാവില്ല. ഞാൻ തന്നെ പോകണം. അച്ഛൻ പോയിട്ട് വാ. മോനെ, നീ ഇങ്ങനെ മാനസികമായി വല്ലാതെ തകർന്നിരിക്കുമ്പോൾ ദൂരയാത്രയ്ക്ക് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പോകാതെ തരമില്ല. അച്ഛൻ പോയിട്ട് വാ. എന്റെ വിഷമങ്ങളൊക്കെ അങ്ങ് മാറിക്കോളും. ഇപ്പൊ എന്റെ ശരീരത്തിന് വേദനകളൊന്നുമില്ല, മനസ്സിന് മാത്രമേ വേദനയുള്ളൂ. നമ്മുടെ ലക്ഷ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും എതിരായി പലതും സംഭവിച്ചെന്ന് വരും. അതാണ് ജീവിതം. അതെല്ലാം നമ്മൾ തരണം ചെയ്തേ പറ്റൂ. അത് പ്രപഞ്ച നിയമമാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. എനിക്കാരെയും കുറ്റപ്പെടുത്താനും തോന്നുന്നില്ല. നടന്നു ഒന്നും സത്യമാകരുതേ എന്ന് മാത്രമാണ് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അച്ഛാ, നിനക്കും എനിക്കും എവിടെയാണ് പിശക് പറ്റിയതെന്ന് ഇനിയും എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മനുഷ്യ മനസ്സുകളെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി പഠിക്കേണ്ടിയിരിക്കുന്നു. എനിക്കും മനസ്സിലാവുന്നില്ല അച്ഛാ പലതും. മോൻ ഇപ്പൊ അതേക്കുറിച്ച് ആലോചിച്ച് അസ്വസ്ഥനാകണ്ട. സമാധാനം കണ്ടെത്താൻ മനസ്സുകൊണ്ട് ശ്രമിക്കുക. ജീവിതത്തിൽ അനുകൂലമായും പ്രതികൂലമായും വരുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുക. തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും. എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അച്ഛൻ ഇന്ന് രാത്രി പോകും. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും മോൻ അച്ഛനെ വിളിക്കണം. അച്ഛനും വിളിക്കും. അച്ഛൻ പോയി വരാം. പോയിട്ട് വാ. നെഞ്ചും കൂടിൽ ആർത്തുലച്ച് മഴ പെയ്യും ചിലപ്പോഴൊക്കെ. അതുപോലെ തന്നെ അത് തോരുകയും ചെയ്യും. ഒരു പെരുമഴയും തോരാതിരുന്നിട്ടില്ല. പോയിട്ട് വരാം. ശരി അച്ഛാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ പറയുന്നത് മോന്റെ നന്മയ്ക്ക് വേണ്ടിയാ. എന്റെ നന്മയ്ക്ക് വേണ്ടിയേ അമ്മ എന്തും പറയൂന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മ കാര്യം പറ. ഞാൻ പറയുന്നത് കേൾക്കുമ്പോ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. നീ അതനുസരിച്ചേ പറ്റൂ. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ.
നീ ശ്യാമയെ ഡൈവോഴ്സ് ചെയ്യണം. നീ അവളെ ഡിവോഴ്സ് ചെയ്താൽ മാത്രം പോരാ, മറ്റൊരു വിവാഹം കൂടി കഴിക്കണം. നീ എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മയുടെ മുഖത്ത് നോക്കി എങ്ങനെ മറുപടി പറയുമെന്ന് ആലോചിക്കായിരുന്നു. മറുപടി എനിക്ക് കിട്ടിയേ പറ്റൂ. എങ്കിൽ ഇത് രണ്ടും എന്നെ കൊണ്ട് സാധ്യമല്ലമ്മേ. അഗി, ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചേക്കാം, ഞാൻ ശ്യാമയെ ഡിവോഴ്സ് ചെയ്യില്ല, മറ്റൊരു വിവാഹം ഞാൻ കഴിക്കുകയില്ല. നീ സ്വന്തം അമ്മയുടെ ഹൃദയത്തെയാ വേദനിപ്പിക്കുന്നെ. ഞാനൊരു വിവാഹം കഴിച്ചതല്ലേ അമ്മ? ആ വിവാഹ ബന്ധം തകർന്നില്ലേ? നിന്നെ താലി കെട്ടിയവള് നിന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് കടന്നു കളഞ്ഞില്ലേ മോനെ? ഇനിയും അവളെ ഓർത്ത് നിൽക്കാനാണോ നിന്റെ ഉദ്ദേശം? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെ അങ്ങ് പോയാ മതി അമ്മ. ഇങ്ങനെ അങ്ങ് പോയാ പോരാ. നിന്റെ ജന്മം പാഴാക്കി കളയാൻ നിന്റെ അമ്മയായി ഞാൻ അനുവദിക്കില്ല. നിന്റെ ഏട്ടന്മാരെ പോലെ നീ ഒരു വിവാഹം കഴിക്കണം, അങ്ങനെ ഒരു കുടുംബം ഉണ്ടാവണം. അമ്മയ്ക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? എനിക്ക് തൽക്കാലം നിന്നോട് ഇതേ പറയാനുള്ളൂ. എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യം അമ്മ എന്നോട് പറയരുത്. എന്തുകൊണ്ട് സാധിക്കില്ലെന്ന് അറിയേണ്ടത്? നിന്നെ കൊല്ലാൻ നോക്കിയ പെണ്ണ് ഇനി നിന്റെ കൂടെ വരുന്നു നീ വിശ്വസിക്കുന്നുണ്ടോ? കാരണം അവക്ക് പേടിയുണ്ടാവും. അവള് ചെയ്ത കുറ്റം അവളുടെ മനസ്സിലുണ്ട്. ഇനി തിരിച്ചു വിളിച്ചാ അവളെ കൊല്ലാനാണെന്ന് അവളും അവളുടെ കുടുംബക്കാരും വിശ്വസിക്കൂ. അതുകൊണ്ട് അമ്മ പറയുന്നതിന്റെ മോൻ അനുസരിക്കണം. മോൻ അവളുമായിട്ടുള്ള വിവാഹമോചനം നടത്തണം. ആകാശം ഇടിഞ്ഞ് വീണ് തകരുമെന്ന് പറഞ്ഞാൽ പോലും ഞാനത് ചെയ്യില്ല. എന്നെ കൊണ്ട് അതിന് പറ്റില്ലമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.